രാവിലെ സൂര്യപ്രകാശം കണ്ണിൽ പതിച്ചതും ദച്ചു പതിയെ കണ്ണുകൾ തുറന്നു. അടുത്ത നിമിഷം മുറക്കം തെളിയാത്തതുപോലെ അവൾ ഒന്ന് ഞെളിപിരി കൊണ്ടു. അപ്പോഴാണ് തന്റെ അരികിൽ ആരോ കിടക്കുന്നത് പോലെ അവൾക്ക് തോന്നിയത്. മുഖം ചിരിച്ചു നോക്കിയതും തന്നെ ചേർത്ത് പിടിച്ച് കിടക്കുന്ന ദേവിനെയും അവന്റെ അരികിലായി കിടക്കുന്ന ദക്ഷിണയും കണ്ട് അവളെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു. അവർ മാത്രല്ല, ഞാനുണ്ട് കുഞ്ഞോളെ. തന്റെ തൊട്ടിപ്പുറത്തായി തന്നെ വരിഞ്ഞു മുറുക്കിക്കൊണ്ട് കിടക്കുന്ന ദർശന ശബ്ദം കാതിൽ പതിച്ചതും അവൾ മുഖം ചേരിച്ച് അവനെ ഒന്ന് നോക്കി. രാത്രിയിൽ ആഘോഷങ്ങളെല്ലാം കഴിഞ്ഞതും ക്ഷീണിച്ചു തന്നെ ഏട്ടന്മാരാണ് മുറിയിൽ കൊണ്ടുവന്ന് കിടത്തിയത്. കൂടെ അവരും തന്നെ ചേർത്ത് പിടിച്ച് കിടക്കുകയായിരുന്നു. ഓർത്തുകൊണ്ട് അവൾ അവിടെ കൂടെ ഒരല്പം കൂടി ചേർന്ന് കിടന്നു. ആ നിമിഷം 4 പേരുടെയും കണ്ണുകൾ ഒരുപോലെ നിറഞ്ഞു. ജനിച്ച 18 വർഷങ്ങൾക്ക് ശേഷമാണ് തങ്ങളുടെ കുഞ്ഞിപ്പെങ്ങളെ ഒന്ന് ചേർത്ത് പിടിക്കാനും വാത്സല്യം പകർന്നു നൽകാനും അവർക്ക് കഴിഞ്ഞിട്ടുള്ളത്. ഈ 4 വർഷങ്ങളിലും പെങ്ങളായിട്ടല്ല, മകളായിട്ടാണ് അവർ അവളെ ചേർത്ത് പിടിച്ച് സ്നേഹിച്ചത്. എന്നാൽ ഇപ്പോൾ ആ കുഞ്ഞിപ്പെങ്ങൾ തങ്ങളെ വിട്ട് മറ്റൊരിടത്തേക്ക് പോകുന്നു എന്ന ചിന്ത ആ ഏട്ടന്മാരെ വല്ലാതെ വേദനിപ്പിച്ചെങ്കിൽ ഈ ഒരു വിരഹം എല്ലാ പെങ്ങന്മാരുള്ള ഏട്ടന്മാരെ സഹിക്കേണ്ടതാണ് എന്ന ചിന്തയിൽ അവർ ആ വേദനയും മനസ്സിലടക്കി. 4 പേരും ഇതുവരെ എഴുന്നേറ്റില്ലേ? അകത്തേക്ക് കയറി വന്ന കൃഷ്ണ ചോദിച്ചതും 4 പേരും തിരിഞ്ഞു നോക്കി. അവിടെ കൃഷ്ണയോടൊപ്പം ഗായവും മീനുവും ഉണ്ടായിരുന്നു. എഴുതേച്ചു, അങ്ങോട്ട് എഴുന്നേറ്റേ. ഇന്ന് നിന്റെ കല്യാണമാണെന്നുള്ള കാര്യം മറന്നോ പെണേ? മീനു അവിടെ അരികിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞതും ദച്ചു ഒരു പുഞ്ചിരിയോടെ എഴുന്നേറ്റിരുന്നു. അവൾ എഴുന്നേറ്റതും ദക്ഷും എഴുന്നേറ്റു. അപ്പോഴാണ് ദച്ചു അവരെ ശരിക്കും ശ്രദ്ധിക്കുന്നത്. 3 പേരും കുളിച്ച് വേഷമൊക്കെ മാറിയാണ് നിൽക്കുന്നത്. നിങ്ങൾ നേരത്തെ എഴുന്നേറ്റിരുന്നോ? പിന്നെ നീ എന്താ കരുതിയത്? നിന്നെപ്പോലെ ഇവരും ഇവിടെ പോത്തുപോലെ കിടന്നുറങ്ങുവാണെന്നോ? ഇവർ രാവിലെ എഴുന്നേറ്റ് ചെയ്യേണ്ട ജോലികളെല്ലാം ചെയ്ത് തീർത്ത ശേഷം നിന്നെ വിളിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നതാ അല്ലേ ഏട്ടന്മാരെ? മീനു പറഞ്ഞത് കേട്ട 3 പേരും ഒന്ന് പുഞ്ചിരിച്ചു. അപ്പോഴേക്കും താഴെ നിന്നും ആരോ വിളിച്ചത് കേട്ടതും അവർ 3 പേരും താഴേക്ക് ഇറങ്ങിപ്പോയി. എഴുന്നേൽക്ക് ദച്ചു, പോയി കുളിച്ച് ഫ്രഷ് ആയിട്ട് വാ. ബ്യൂട്ടീഷ്യൻ ഇപ്പോൾ വരും. വലതും കഴിച്ചിട്ട് വേണം റെഡിയാവാൻ. അയ്യോ കിച്ചു വെച്ചി, അതിനു മുന്നേ അമ്പലത്തിൽ പോണം. ഇവളുടെ കൂടെ പോകാൻ വേണ്ടിയാണ് ഞാൻ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് റെഡിയായത്. കിച്ചു പറഞ്ഞു കഴിഞ്ഞതും മീനു ഇടയ്ക്ക് കയറി പറഞ്ഞു. എന്നാ പിന്നെ വേഗം റെഡിയായി പോകാൻ നോക്ക് ദച്ചു. കൃഷ്ണ വീണ്ടും പറഞ്ഞതും ദച്ചു ബെഡിൽ നിന്നും എഴുന്നേറ്റ് വാഷ്റൂമിലേക്ക് നടന്നു. ഇനിയിപ്പോ നടന്നു പോകാൻ നിൽക്കണ്ട മീനു, ഏട്ടന്മാർ ആരെങ്കിലും കൊണ്ടാക്കും. ഗായത്രി മീനിനോട് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് നടന്നു. അവളുടെ പിന്നാലെ കൃഷ്ണയും പോയി. മീനു ദച്ചുവിനെയും കാത്ത് അവിടെ തന്നെ ഇരുന്നതേയുള്ളൂ. അല്പസമയം കഴിഞ്ഞതും കുളിച്ചു കഴിഞ്ഞ് നീറിനോട് ദച്ചു പുറത്തേക്ക് ഇറങ്ങി വന്നു. പെട്ടെന്ന് തന്നെ അവൾ റെഡിയായി മീനുവിനെയും കൂടി ക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ടു. ദക്ഷായിരുന്നു അവരെ കൊണ്ടുപോയത്. അവർ തിരികെ എത്തുമ്പോൾ ദച്ചുവിനെ ഒരുക്കാനായി ബ്യൂട്ടീഷ്യൻ എത്തിയിരുന്നു. പെട്ടെന്ന് തന്നെ ഗായു അവൾക്ക് കഴിക്കാനായി ഭക്ഷണം എടുത്തു കൊടുത്തു. ഭക്ഷണം കഴിച്ച ശേഷം ദച്ചു വേഗം ഒരുങ്ങാനായി മുറിയിലേക്ക് പോയി. അതിമനോഹരമായി തന്നെ ദച്ചുവിനെ അവർ ഒരുക്കി. ചുവന്ന കാഞ്ചീപുരം പട്ടുസാരി ഉടുത്ത് മിതമായ ആഭരണങ്ങളും അണിഞ്ഞ് ഒരു രാജകുമാരിയെ പോലെ മുന്നിൽ വന്ന് നിൽക്കുന്ന തങ്ങളുടെ കുഞ്ഞിപ്പെങ്ങളെ ആ 3 ഏട്ടന്മാരും നിറഞ്ഞ കണ്ണുകളോടെ നോക്കി നിന്നു. വാവേ. അടക്കാൻ കഴിയാത്ത സന്തോഷത്തോടെ ദേവ് അവളെ മൂർക്ക പുണർന്നുകൊണ്ട് അവളുടെ നെറുകയിലൊന്ന് മുത്തി. അപ്പോഴേക്കും ദക്ഷും കൂടെ അവളെ ചേർത്ത് പിടിച്ചിരുന്നു. സമയമായി മക്കളെ, ചക്കരൻ കൂട്ടനും ഇപ്പൊ എത്തും. വേഗം അനുഗ്രഹം വാങ്ങിക്ക്. മഹാദേവൻ പറഞ്ഞതും ദേവ് മുഖം ഒന്ന് അമർത്തി തുടച്ചുകൊണ്ട് ദച്ചുവിന്റെ കയ്യിൽ പിടിച്ച് മഹേശ്വരന് മാലിട്ട ഫോട്ടോയുടെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി. അച്ഛന്റെ അനുഗ്രഹം വാങ്ങിക്കുവാവേ. ദേവ് പറഞ്ഞതും അവൾ തന്റെ അച്ഛനെ മനസ്സിൽ ഓർത്തുകൊണ്ട് ഇരു കൈകളും കൂപ്പി കണ്ണും അടച്ചു നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചു. ഇനി വല്യച്ഛന്റെയും മേട്ടന്മാരുടെയും അനുഗ്രഹം വാങ്ങിക്കോളൂ. കുടുംബത്തിലെ ഒരു കാരണവർ പറഞ്ഞതും ദച്ചു ദേവിനെ ഒന്ന് നോക്കി. അവളുടെ മനസ്സിൽ എന്താണെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ അവൻ അവളെ നോക്കി തലയാട്ടി കാണിച്ചു. അപ്പോഴേക്കും ദച്ചു ഒരു പുഞ്ചിരിയുടെ ദക്ഷിണയും കൊണ്ട് ഒരു അരികിലായി മാറി നിൽക്കുന്ന മാലിന്യമ്മയുടെ അടുത്തേക്ക് ചെന്നു. അമ്മേ. അവൾ പതിയെ വിളിച്ചതും അവർ നിറ കണ്ണുകളോടെ അവളെ ചേർത്ത് പിടിച്ചു. ഈ ഒരു സ്ത്രീ ഇല്ലായിരുന്നെങ്കിൽ താനിന്ന് ജീവനോടെ പോലും മിണ്ടാകില്ലായിരുന്നു എന്ന ചിന്തയായിരുന്നു അവളുടെ മനസ്സിലെങ്കിൽ മാലിന്യമ്മയുടെ മനസ്സ് നിറയെ 6ആം മാസത്തിൽ തന്റെ കയ്യിൽ കിട്ടിയ ആ കുഞ്ഞു പെണ്ണിന്റെ ഓർമ്മകളായിരുന്നു. അമ്മ എന്ന് വിളിക്കുമ്പോൾ ഒക്കെ മനസ്സിലേക്ക് ഓടി വരുന്നത് ഈ മുഖം മാത്രമാണ്. ദാക്ഷായണി ഇന്ന് ജീവനോടെ ഇരിക്കുന്നത് പോലും ഈ അമ്മയുടെ കനിവ് കൊണ്ട് മാത്രമാണ്. ഇനിയും എൻ്റെ എല്ലാ സൗഭാഗ്യങ്ങളിലും എൻ്റെ അമ്മ എൻ്റെ കൂടെ തന്നെ ഉണ്ടാകണം. എന്നെ അനുഗ്രഹിക്കണം. അവരുടെ കയ്യിലേക്ക് ദക്ഷിണ കൊടുത്തുകൊണ്ട് അവൾ പറഞ്ഞതും അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. മോളെ. അവർ ഇടർന്ന ശബ്ദത്തോടെ വിളിച്ചുകൊണ്ട് അവൾ നെറുകയിലൊന്ന് മുത്തി. അപ്പോഴേക്കും അവൾ ദക്ഷിണ കൊടുത്ത് അവിടെ അനുഗ്രഹം വാങ്ങിയിരുന്നു. നന്നായി വരും എൻ്റെ കുട്ടി, ദീർഘസുമംഗലിയായിരിക്കട്ടെ. അവളുടെ തലയിൽ കൈവച്ചുകൊണ്ട് അവർ അനുഗ്രഹിച്ചതും അവൾ അവളുടെ നെഞ്ചിലേക്ക് മുഖം അമർത്തി നിന്നു.
അടുത്തതായി അവൾ മഹാദേവന്റെ മുന്നിൽ വന്ന് ദക്ഷിണ കൊടുത്തു. അയാളുടെ കാല് തൊട്ട് അനുഗ്രഹം വാങ്ങി. അടുത്തതായി അവൾ മഹാദേവന്റെ മുന്നിൽ വന്ന് ദക്ഷിണ കൊടുത്തു. അയാളുടെ കാല് തൊട്ട് അനുഗ്രഹം വാങ്ങി. അയാൾ നിറഞ്ഞ മനസ്സോടെ അവളെ ചേർത്ത് പിടിച്ച് അനുഗ്രഹിച്ചു. ശേഷം ദക്ഷിന്റെയും ദർശന്റെയും അനുഗ്രഹം വാങ്ങിക്കഴിഞ്ഞ് ദേവിന്റെ മുന്നിൽ വന്നു നിന്നു. ഒരു നിമിഷം അവനെ നോക്കിയതിനു ശേഷം അവൾ ദക്ഷിണ കൊടുത്തുകൊണ്ട് അവന്റെ കാൽ തൊട്ട് വണങ്ങാൻ തുടങ്ങിയതും അവൻ അവളുടെ തോൾ പിടിച്ചുകൊണ്ട് അവനെ നെഞ്ചോട് ചേർത്തു. ഏട്ടന്റെ വാവേ. അവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു. 6-ാം മാസത്തിൽ തന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ആ കുഞ്ഞു പെണ്ണ് ഇന്ന് വളർന്നു വലുതായി ഒരു കല്യാണ പെണ്ണായി തന്റെ മുന്നിൽ നിൽക്കുന്നത് കാണേ അവന്റെ മുഖത്ത് സന്തോഷവും ആത്മസംതൃപ്തിയും ഒരുപോലെ നിറഞ്ഞു. ദർശം ദക്ഷും മഹാദേവനും പാർവതിയും ലക്ഷ്മിയും കൃഷ്ണയും ഗായും ഒക്കെ ആ കാഴ്ച കാണി നിറഞ്ഞ കണ്ണുകളോടെ പുഞ്ചിരിച്ചു. ദേ വരന്റെ കൂട്ടരെത്തി കേട്ടോ. രുദ്രനും കുടനും വന്നതും ദച്ചുവിനെ കൃഷ്ണയും ഗായുവിനെയും ഏൽപ്പിച്ചുകൊണ്ട് അവർ പുറത്തേക്ക് പോയി. വരനെ സ്വീകരിക്കാനായി അവർ എത്തിയതും കാറിന്റെ ഡോർ തുറന്ന് രുദ്രൻ പുറത്തേക്കിറങ്ങി. ഒരു നിമിഷം അവന്റെ രൂപം കണ്ടതും ആ 3 സഹോദരന്മാരുടെയും കണ്ണുകൾ വിടർന്നു. ഓഫ് വൈറ്റ് കുർത്തയും മുണ്ടുമായിരുന്നു അവന്റെ വേഷം. അല്പം നീളമുള്ള അവന്റെ മുടി പിന്നിലേക്ക് കോതി ഒതുക്കി താടിയും മീശയും ഒക്കെ ഡ്രീം ചെയ്ത് സൂപ്പർ ലുക്കിൽ നിൽക്കുന്ന അവനെ കണ്ടതും ദൈവം ദക്ഷം പരസ്പരം ഒന്ന് നോക്കി. നീ ഞങ്ങൾക്ക് ഒരു വെല്ലുവിളിയാണല്ലോ രുദ്ര. അവന്റെ അരികിലേക്ക് ചെന്നുകൊണ്ട് ദർശ് പറഞ്ഞു കേട്ടതും രുദ്രന്റെ കണ്ണുകളൊന്ന് കുറുകി. അല്ല, നിന്റെ ഈ സൗന്ദര്യം കാണാം ഒരൊറ്റ ആളുകൾ പോലും ഞങ്ങളെ തിരിഞ്ഞു നോക്കുന്നില്ല. കണ്ടില്ലേ, എല്ലാ എണ്ണത്തിന്റെയും കണ്ണുകൾ നിന്റെ മേലെ തന്നെയാ. ദർശ് പറഞ്ഞപ്പോഴാണ് ചെക്കന് കാര്യം മനസ്സിലായത്. അവൻ ദർശിൽ നിന്ന് കലിപ്പിച്ചു നോക്കിയതും അവനെ നെളിച്ചു കാണിച്ചു കൊടുത്തു. അപ്പോഴേക്കും സ്വീകരണത്തിനുള്ള സമയമായിരുന്നു. 3 പേരും അവനെ പൂമാലയിട്ട് സ്വീകരിച്ചുകൊണ്ട് അകത്തേക്ക് കയറിപ്പോയി. മുഹൂർത്തത്തിന് സമയമായതുകൊണ്ട് തന്നെ അവർ രുദ്രനെ മണ്ഡപത്തിലേക്കാണ് കൊണ്ടിരുത്തിയത്. വധുവിനെ വിളിച്ചോളൂ. പൂജാരി പറഞ്ഞതും 3 ഏട്ടന്മാരും ഏട്ടത്തിമാരും കൂടി ദച്ചുവിനെയും കൊണ്ട് വരാനായി പോയി. രുദ്രന്റെ കണ്ണുകൾ മുന്നിലെ നടപ്പാതയിലേക്ക് തന്നെയായിരുന്നു. നിമിഷങ്ങൾ കഴിഞ്ഞതും ഏട്ടന്മാരുടെ കൈയും പിടിച്ച് നടന്നു വരുന്ന തന്റെ പെണ്ണിനെ കണ്ട് അവന്റെ കണ്ണുകൾ വിടർന്നു. അടുത്ത നിമിഷം അവന്റെ കണ്ണുകളിൽ ഒരു നേർത്തിളക്കം പ്രത്യക്ഷപ്പെട്ടു. വർഷങ്ങളായുള്ള തന്റെ കാത്തിരിപ്പ് അതാണെന്ന് ഇന്ന് സഫലമാകാൻ പോകുന്നത്. തന്റെ കുഞ്ഞോളെന്ന് പൂർണ്ണമായും തന്റെ മാത്രം സ്വന്തമാകും. ആ ഒരു ഓർമ്മയിൽ അവന്റെ ചുണ്ടുകളൊന്ന് വിടർന്നുപോയി. മുന്നോട്ട് നടക്കാനിടയിൽ മുഖമുയർത്തി നോക്കിയ ദച്ചുവിന്റെ കണ്ണുകൾ ആദ്യം ഒപ്പിയതും ആ കാഴ്ച തന്നെയായിരുന്നു. പതിയെ അവളുടെ കണ്ണുകൾ അവന്റെ മുഖത്ത് പതിച്ചു. ഇരുവരും പരസ്പരം കണ്ണെടുക്കാതെ നോക്കിക്കൊണ്ടിരുന്നു. സ്റ്റേജിലേക്ക് കയറിയതും ഏട്ടന്മാർ അവളെ മണ്ഡപത്തിൽ രുദ്രന്റെ അരികിലായി ഇരുത്തി. തന്റെ അരികിലായി വന്നിരുന്ന തന്റെ പെണ്ണെ രുദ്രൻ മുഖം ചേരിച്ചൊന്ന് നോക്കി. ശേഷം അവളുടെ വിരൽ കോർത്തു പിടിച്ചു. ദച്ചു നാണത്തോടെ മുഖം താഴ്ത്തിയിരുന്നു. വിവാഹത്തിനായുള്ള ചടങ്ങുകൾ തുടങ്ങിയതും എല്ലാവരുടെയും കണ്ണുകൾ അവിടേക്കായി. മുഹൂർത്തമായി, താലി കെട്ടിക്കോളൂ. പൂജാരി പറഞ്ഞതും വീരസിംഹൻ എടുത്തു നൽകി താലി രുദ്രൻ കൈനീട്ടി വാങ്ങിച്ചു. ശേഷം ദച്ചുവിനെ നേർക്ക് തിരിഞ്ഞ് അവളെ ഒന്ന് നോക്കി. കണ്ണുകൾ കൊണ്ട് അവൻ അനുവാദം ചോദിച്ചതും അവളൊന്ന് പുഞ്ചിരിച്ചു. അടുത്ത നിമിഷം അവനൊന്ന് മുന്നോട്ടേക്ക് ആഞ്ഞുകൊണ്ട് അവളുടെ കഴുത്തിലേക്ക് ആ താലി ചേർത്ത് വെച്ചു. പൂജാരിയുടെ നാവിൽ നിന്നും സ്വയംവര മന്ത്രം ഉയർന്നു കേൾക്കെ രുദ്രൻ ദച്ചുവിന്റെ കഴുത്തിൽ താലി ചേർത്ത് വെച്ച് 3 കെട്ട് മുറുക്കി കെട്ടി. കൈകൂപ്പി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ദച്ചുവിന്റെ കണ്ണുകൾ സന്തോഷത്താൽ ഈറനായി. അതുപോലെ തന്നെ അവളുടെ 3 ഏട്ടന്മാരുടെ കണ്ണുകളും നിറഞ്ഞിരുന്നു. താലികെട്ടും കഴിഞ്ഞ് ഇരുവരും പരസ്പരം പൂമാലയിട്ട ശേഷം താലത്തിൽ നിന്നും മോതിരവിരിയിൽ തൊട്ടെടുത്ത സിന്ദൂരം രുദ്രൻ ദച്ചുവിന്റെ നെറുകയിൽ അണിയുന്നതോടൊപ്പം അവന്റെ ചുണ്ടുകളും അവളുടെ നെറുകയിൽ അമർന്നു. പുഞ്ചിരിയോടെ അവൾ അവനെ നോക്കിയതും അവൻ അവളെ നോക്കി കണ്ണു ചിമ്മി കാണിച്ചു. അപ്പോഴേക്കും മഹാദേവൻ ദച്ചുവിന്റെ കൈ പിടിച്ച രുദ്രന്റെ കൈകളിൽ വെച്ചുകൊണ്ട് കന്യാദാനം നടത്തി. ചടങ്ങുകൾ കഴിഞ്ഞതും പിന്നെ ഫോട്ടോ സെക്ഷനായിരുന്നു. നിർത്തിയും ഇരുത്തിയും കിടത്തിയും ഒക്കെ പലതരത്തിലുള്ള അവിടെ ഫോട്ടോസ് ക്യാമറമാൻ എടുത്തു. പെട്ടെന്നാണ് സ്റ്റേജിലേക്ക് കയറി വരുന്ന 3 പേരിലേക്കും അവിടെ നോട്ടം പതിച്ചത്. ഹർഷിയേട്ടൻ. ദച്ചുവിന്റെ നാവും മന്ത്രിക്കുമ്പോൾ രുദ്രന്റെ നോട്ടവും അവിടെ നേർക്കായി. ഹർഷി മാത്രമായിരുന്നില്ല, അവന്റെ കൂടെ ഗൗതവും നയനയും ഉണ്ടായിരുന്നു. അന്ന് എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ച ശേഷം ഹർഷിയും ഗൗതവും തങ്ങളുടെ പഠിത്തം കംപ്ലീറ്റ് ചെയ്ത് ജോലിക്കായി കാനഡയിലേക്ക് പോയിരുന്നു. രുദ്രനും ദേവും കൂടിയാണ് അതിനുവേണ്ട ഏർപ്പാടുകളെല്ലാം ചെയ്തു കൊടുത്തത്. അവിടെ പോയിന്ന് സെറ്റിലായി കഴിഞ്ഞതും അവർ നാട്ടിൽ വന്ന് അമ്മമാരെയും കൂടെ കൊണ്ടുപോയി. ഇതിനിടയിൽ ഗൗതം നയനെ വിവാഹം കഴിച്ചു. അങ്ങനെ അവർ എല്ലാവരും ഇപ്പോൾ കാനഡയിലാണ് കഴിയുന്നത്. അല്ലെങ്കിലും അവർക്ക് നാട്ടുകാരെയും വീട്ടുകാരുടെയും പരിഹാസങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് പിന്നെയും ആ നാട്ടിൽ നിൽക്കാൻ ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല. ഇനി ഒരിക്കലും ഈ നാട്ടിലേക്ക് വരരുത് എന്ന് അവർ കരുതിയിരുന്നതാണ്. എന്നാൽ ഇടയ്ക്ക് നയനെ വിവാഹം കഴിക്കാൻ വേണ്ടിയും പിന്നീട് ഇപ്പോൾ ദച്ചുവിന്റെ വിവാഹത്തിന് രുദ്രനും ദേവും ഒരുപോലെ ക്ഷണിച്ചത് കൊണ്ട് മാത്രമാണ് അവർ നാട്ടിൽ വന്നത്. ഓരോന്നോർത്തുകൊണ്ട് അവർ ദച്ചുവിന്റെ ഒക്കെ അടുത്തെത്തിയിരുന്നു. ചേച്ചി,
അവർ മുന്നിലെത്തിയതും തെച്ചു വേഗം നയനെ ചേർത്ത് പിടിച്ചു. സുഖാണോ ചേച്ചി? ആടാ, സുഖമായിരിക്കുന്നു. തെറ്റ് ചോദിച്ചതും നയന മറുപടി പറഞ്ഞു. അവൾ നയനയുടെ കഴുത്തിലെ താലിയിലേക്കും നെറുകയിലെ സിന്ദൂരത്തിലേക്കും ഒന്ന് നോക്കി. ശേഷം ഗൗതത്തിനെയും. അവൻ അവളെ നോക്കിയെന്ന് പുഞ്ചിരിച്ചതേയുള്ളൂ. അപ്പോഴാണ് തന്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കുന്ന ഹർഷി അവൾ കാണുന്നത്. ഒന്നും മിണ്ടാതെ അവൾ അവന്റെ നെഞ്ചിലൊന്ന് നീറ്റിമുട്ടിച്ചു നിന്നു. ഒരു സഹോദരന്റെ കരുത്തിലൂടെ അവനവളുടെ തോളിൽ പതിയെന്ന് തട്ടി. ആ നിമിഷം അവിടുന്ന് ഓരോരുത്തരെയും മനസ്സിൽ ദേവുവിന്റെ മുഖമായിരുന്നു. സുഖാണോ ഏട്ടാ? ഒട്ടൊരു നിമിഷത്തിന് ശേഷം മുഖമൊന്ന് ഉയർത്തിക്കൊണ്ട് അവൾ ചോദിച്ചു. സുഖം മോൾക്കോ? അതിന് മറുപടി പറയാതെ അവൾ രുദ്രനെ ഒന്ന് നോക്കുക മാത്രമാണ് ചെയ്തത്. അവന്റെ മുഖത്ത് ഗൗരവമായിരുന്നു. അമ്മമാർ വന്നില്ലേട്ടാ? ഇല്ലടാ, അവർക്ക് അവിടെ തിരക്കുണ്ട്. ദക്ഷി വീണ്ടും ചോദിച്ചത് മഹർഷി പറഞ്ഞു. അപ്പോഴേക്കും ദേവും ദക്ഷുമൊക്കെ അവിടെ അരികിലേക്ക് വന്നിരുന്നു. വിശേഷങ്ങൾ പറഞ്ഞും ചിരിച്ചും കളിച്ചുമൊക്കെ അവർ ആ നിമിഷം ആഘോഷിച്ചു. വടക്കേ വശത്തെ ഇടനാഴിയോട് ചേർന്ന ആ ഇരുണ്ട മുറിയുടെ വാതിൽക്കൽ എത്തിയതും ലക്ഷ്മി ദീർഘമായി നിശ്വസിച്ചു. ശേഷം കയ്യിലെ പൊതിയിലും കൂടി ഒന്നമർത്തി പിടിച്ചേണ്ടവൾ വാതിൽ തുറന്ന് അകത്തേക്ക് കയറി. ആ നിമിഷം മൂക്കിലേക്ക് അടിച്ചു കയറിയ കഷായത്തിന്റെയും കുഴമ്പിന്റെയും ഒക്കെ രൂക്ഷമായ ഗന്ധത്തിൽ അവളുടെ മുഖം ഒന്ന് ചുളിഞ്ഞെങ്കിലും ഒരു നെടുവീർപ്പോടെ അവൾ മുന്നിലെ കട്ടിലേക്ക് നോക്കി. അതിൽ എല്ലുകൾ ഒന്തി ശോഷിച്ച് അവശയായി തളർന്നു കിടക്കുന്ന നന്ദിനിയെ കണ്ട് അവളൊന്ന് ദീർഘമായി നിശ്വസിച്ചു. അന്നത്തെ ആ അവസ്ഥയിൽ നിന്നും ഓരോ നിമിഷവും നന്ദിനിയുടെ നില കൂടുതൽ വഷളാകുന്നുണ്ടെന്നല്ലാതെ അവൾക്ക് യാതൊരു പുരോഗമനവും സംഭവിച്ചിരുന്നില്ല. ആദ്യമൊക്കെ അലോപ്പതി ചികിത്സ തന്നെ തുടർന്നിരുന്നെങ്കിലും പിന്നീട് അത് ആയുർവേദത്തിലേക്ക് മാറിയിരുന്നു. അതിലും വലിയ പുരോഗമനമൊന്നും ഉണ്ടായില്ല. ഒന്നും മിണ്ടാൻ പോലും കഴിയാതെ പൂർണ്ണമായും തളർന്നവൾ അതേ കിടപ്പ് തന്നെയായിരുന്നു. ഒരേ കിടപ്പായതുകൊണ്ട് തന്നെ അവളുടെ പുറം ഭാഗമൊക്കെ പൊട്ടി അടർന്ന് ഇൻഫെക്ഷൻ ബാധിച്ചിരുന്നു. നന്ദിനിയെ നോക്കാനായി 2 ഹോം നേഴ്സുകളെ ദേവ് ഏർപ്പാടാക്കിയിട്ടുണ്ടെങ്കിലും പിന്നീട് ഒരിക്കൽ പോലും അവൻ ആ മുറിയിലേക്ക് കയറിയിരുന്നില്ല. അവൻ മാത്രമല്ല, തെച്ചുവും ആ മുറിയിൽ കയറുകയോ അവളെ ഇന്ന് കാണുകയോ ചെയ്തിട്ടില്ല. അതിനെ രുദ്രനോ ദേവോ അനുവദിച്ചിരുന്നില്ല എന്നതാണ് സത്യം. നന്ദിനി, ആരോ പ്രതീക്ഷിക്കുന്ന പോലെ വാതിൽക്കലേക്ക് തന്നെ കണ്ണുകൾ നട്ടുകൊണ്ട് കിടക്കുകയായിരുന്ന നന്ദിനിയുടെ അരികിലേക്ക് വന്നുകൊണ്ട് ലക്ഷ്മി പതിയെ വിളിച്ചു. ലക്ഷ്മിയുടെ വിളി കേട്ടതും അവൾ പതിയെ തന്റെ തളർന്ന കണ്ണുകൾ ഉയർത്തി അവളെ ഒന്ന് നോക്കി. ദാ നിനക്കുള്ള ഭക്ഷണം. തന്റെ കയ്യിലിരുന്ന പൊതി അവൾക്ക് അരികിലിട്ടിരുന്ന ചെറിയ ടേബിളിന്റെ പുറത്തേക്ക് വെച്ചുകൊണ്ട് ലക്ഷ്മി പറഞ്ഞു. എങ്കിലും നന്ദിനി അത് ശ്രദ്ധിക്കാതെ വാതിൽക്കലേക്ക് തന്നെ വീണ്ടും കണ്ണുകൾ നട്ട് കിടന്നു. നീ എത്രയൊക്കെ നോക്കിയാലും ദേച്ചുമോൾ ഇങ്ങോട്ട് വരില്ല നന്ദിനി. അവൾ ആരെയാണ് പ്രതീക്ഷിക്കുന്നത് എന്നറിയാവുന്നത് കൊണ്ട് തന്നെ ലക്ഷ്മി ഗൗരവത്തോടെ പറഞ്ഞു. അത് കേട്ടതും നന്ദിനിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഇപ്പോ ഈ കണ്ണുനീർ പൊഴിച്ചത് കൊണ്ട് എന്ത് കാര്യമാണ് നന്ദിനി? നീ ആ കുഞ്ഞിനോട് ചെയ്ത പാപങ്ങൾ ഈ കണ്ണുനീരിലൂടെ നിനക്ക് ഒഴുക്കിക്കളയാൻ കഴിയോ? ലക്ഷ്മിയുടെ മൂർച്ചയുള്ള വാക്കുകൾ നന്ദിനിയുടെ ഹൃദയത്തെ വല്ലാതെ വേദനിപ്പിച്ചു. എങ്കിലും ഒരക്ഷരം പോലും മറുത്തു പറയാൻ കഴിയാതെ അവർ അങ്ങനെ തന്നെ കിടന്നു. ദേ, ഈ ഭക്ഷണം കണ്ടോ? ഇത് ഞാൻ നിനക്ക് വേണ്ടി കൊണ്ടുവന്നതാണ്. ഇന്നിവിടെ ഒരു വിശേഷമുണ്ടായിരുന്നു, അതിലെ നിന്റെ പങ്ക്. ലക്ഷ്മി പറഞ്ഞു കേട്ട് നന്ദിനി അവളെ ഒന്ന് നോക്കി. ഇന്നിവിടെ ഒരു ചടങ്ങ് നടന്നിരുന്നു നന്ദിനി. ഒരു പക്ഷേ കുറച്ച് ദിവസങ്ങളായി ഇവിടെ നടക്കുന്ന ബഹളങ്ങളൊക്കെ നീ അറിയുന്നുണ്ടായിരിക്കുമല്ലോ. അത് എന്തിൻ്റെയായിരുന്നെന്ന് നിനക്കറിയോ? ലക്ഷ്മി വീണ്ടും പറഞ്ഞതും നന്ദിനി അവളെ ഉറ്റുനോക്കിക്കൊണ്ട് കിടന്നു. ഇന്ന് ഈ ചെമ്പകശ്ശേരിയുടെ മുറ്റത്ത് വെച്ച് ദാക്ഷായണി മഹേശ്വരന്റെ വിവാഹമായിരുന്നു. ലക്ഷ്മി പറഞ്ഞതും നന്ദിനിയിൽ ഒരു ഞെട്ടലുണ്ടായി. അവൾ അമ്പരപ്പോടെ അവനെ നോക്കി. പതിയാ കണ്ണുകൾ നിറയുന്നതും മുഖത്ത് വിഷമം തെളിയുന്നതും ലക്ഷ്മി നോക്കി നിന്നു. സ്വന്തം മകളുടെ വിവാഹം ഒന്ന് കാണാൻ പോലും കഴിഞ്ഞില്ലല്ലോ എന്നോർത്താണോ നിന്റെ കണ്ണുകൾ ഇപ്പോൾ നിറഞ്ഞത്? അതോ ഇവിടെ ആരും നിന്നോട് അതിനെക്കുറിച്ച് പറയാത്തത് കൊണ്ടാണോ? ലക്ഷ്മി ഗൗരവത്തോടെ ചോദിച്ചതും പിന്നീട് നന്ദിനി അവളെ നോക്കാതെ മറ്റെങ്ങോട്ടോ കണ്ണുകൾ നീട്ടിക്കിടന്നു. ദേച്ചുവിന്റെ വിവാഹക്കാരും ദേവു പോലും നിന്നോടൊന്നും പറഞ്ഞില്ലെങ്കിൽ അവരുടെ മനസ്സിൽ നീ എന്നും മരിച്ചുപോയെന്ന് നിനക്കൊന്ന് ചിന്തിച്ചുകൂടാ നന്ദിനി. അതുകൊണ്ട് ഇനിയും നീ അവരെ പ്രതീക്ഷിക്കരുത്. നിനക്കൊന്ന് മാപ്പ് പറയാൻ പോലും ദച്ചി ഇനി ഒരിക്കലും നിന്റെ മുന്നിലേക്ക് വരില്ല. ലക്ഷ്മിയുടെ വാക്കുകൾ അവളുടെ ഹൃദയത്തെ തകർത്തപ്പോലെ തോന്നിയതും ഇനിയും ഒന്നും കേൾക്കാൻ വയ്യാത്ത പോലെ അവൾ നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ അമർത്തി അടച്ചുകൊണ്ട് അങ്ങനെ തന്നെ കിടന്നു. അതേസമയം തന്റെ വാക്കുകളിൽ വല്ലാത്തൊരു ക്രൂരത നിറഞ്ഞതും ലക്ഷ്മിക്ക് തന്നെ അറിയാമായിരുന്നെങ്കിലും ഇനിയും അവൾക്ക് പ്രതീക്ഷ കൊടുക്കാൻ ലക്ഷ്മിക്കും തോന്നിയില്ല. കാരണം ആ പ്രതീക്ഷയാണ് അവളെ ജീവൻ പിടിച്ചു നിർത്തുന്നത്. ഡോക്ടേഴ്സ് പോലും കൈ ഒഴിഞ്ഞ നന്ദിനി ഇങ്ങനെ കിടന്ന് നരകിക്കുന്നത് എന്തുകൊണ്ടും ലക്ഷ്മിക്ക് സഹിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് അവളെ ജീവിതത്തിൽ നിന്ന് മുക്തി നേടണം എന്നായിരുന്നു ലക്ഷ്മി ആഗ്രഹിച്ചത്. അതിനു വേണ്ടിയാണ് തന്റെ വാക്കുകൾ നന്ദിനിയുടെ ഹൃദയം തകർക്കും എന്നറിയാമായിരുന്നിട്ടും അവൾ അങ്ങനെ പറഞ്ഞത്. എന്നാൽ സ്വന്തം മകളോട് ചെയ്ത തെറ്റുകൾക്കുള്ള ശിക്ഷ അവൾ ഈ ഭൂമിയിൽ വെച്ച് തന്നെ അനുഭവിച്ചു തീർക്കണം എന്നത് ഒരുപക്ഷെ ദൈവത്തിന്റെ തീരുമാനമോ അല്ലെങ്കിൽ മഹേശ്വരന്റെ തന്നെ തീരുമാനമോ ആയിരിക്കുമെന്നും
അതുകൊണ്ട് തന്നെ ആയുസിന്റെ പുസ്തകത്തിൽ നന്ദിനിയുടെ ജീവന്റെ താളുകൾ ഇനിയും നീണ്ടു കിടക്കുകയായിരുന്നു എന്നും ലക്ഷ്മി അറിഞ്ഞിരുന്നില്ല.